ഉസ്താദുമാരെ, നാം ഇന്നീ കാലഘട്ടത്ത് എത്ര ചെറിയതും വലിയതുമായ വിരൽ തുമ്പിനാൽ പോലുമുള്ള തെറ്റുകൾ ചെയ്തു തീർത്തിട്ടും അത് ഒരു നിശ്ചയവും വഹിക്കാതെ അതിനൊരു പ്രാധാന്യവും കൊടുക്കാതെ വളരെ എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്. പക്ഷേ നമ്മളുടെ കാലങ്ങൾക്ക് മുമ്പ് ഔലിയാക്കളുടെയും മശായിഖുമാരുടെയും കാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതകാലം മുഴുവനും അതിനു വേണ്ടി തൗബ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഒരു ദിവസം സഅലബാ റളിയല്ലാഹു അൻഹു, മഹാനായ സഅലബാ റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിൽ മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചതിന് ശേഷം പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അതാ മഹാനവറുകൾ പുറത്ത് നിന്നിട്ട് ഒരു അന്യയായ സ്ത്രീ അറിയാതെ കാണാൻ ഇടയാവുകയാണ്. അപ്പോൾ സഅലബാ റളിയല്ലാഹു പെട്ടെന്ന് തന്നെ കണ്ണുപൊട്ടി, അല്ലാഹ്, എന്റെ മുത്ത് റസൂലുള്ളാഹിനെ കാണാനുള്ള എന്റെ അള്ളാഹു എനിക്ക് നിഅമത്തായി ഇറക്കി തന്നിട്ടുള്ള എന്റെ റസൂലിനെ കാണാനുള്ള ഈ കണ്ണുകൊണ്ടാണല്ലോ ഈ ഹറാമിന്റെ കാഴ്ച കണ്ടത് എന്ന് പറഞ്ഞിട്ട് സഅലബാ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അദ്ദേഹത്തിന്റെ മദീനയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് നബി തങ്ങള് ബാക്കിയുള്ളവരോട് ചോദിച്ചു, എന്താ സഅലബാ റളിയല്ലാഹു അൻഹു എവിടെ? കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് നടന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കുറച്ചു പേരെ എല്ലായിടങ്ങളിലും തിരയാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അവരെല്ലാം തിരയാൻ പോയിട്ട് പല മലമുകളിലും പല ചേരുകളിലും പല പുഴയുടെ അരികിലും എല്ലാം അവർ തപ്പി. അതിനുശേഷം സഅലബാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധനായ ആടിനെ മേയ്ക്കുന്ന ആള് പറയുകയാണ്, അതെ, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹം ഇതുവഴി മേലോട്ട് പോയത് ഞാൻ കണ്ടിരുന്നു എന്ന് ആ ആട്ടിടയൻ പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകള് അതിന്റെ മലമുകളിലേക്ക് പോയപ്പോഴുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, മഹാനായ സഅലബാ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് അന്ന് ചെയ്ത ആ ചെറിയ കുറ്റം അദ്ദേഹത്തിന്റെ കണ്ണുകളാൽ അറിയാതെ കണ്ടുപോയ ആ കുറ്റത്തിന്, അറിയാതെ കണ്ടുപോയ ആ കാര്യത്തിന് മഹാനായ സഅലബാ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു, എന്താ സഅലബാ, ഈ ഒരു ചെറിയ തെറ്റിന് എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അതെല്ലാം നിനക്ക് പുറത്തു തരില്ലേ? അപ്പോൾ സഅലബാ റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്, ഇല്ല, ഇതൊരിക്കലും എനിക്ക് പുറത്തു തരില്ല. കാരണം എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ സഅലബാ റളിയല്ലാഹു ഈ കണ്ണുകൊണ്ട് എങ്ങനെയാണ് എന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് കരയുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടി മസ്ജിദ് മദീന പള്ളിയിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഅലബാ റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറയുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅലബാ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ സഅലബാ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ നിസ്കാരത്തിൽ നിന്ന് ഊരിയിട്ട് അവിടേക്ക് പോവുകയാണ്. ശരിക്കുമുള്ള മസ്അല എന്താണെന്ന് വെച്ചാൽ, സ്നേഹനബിയായ നമ്മളുടെ ഉമ്മ നമ്മളെ വിളിക്കുകയാണെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് അഴിച്ചു പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഫർദ് നമസ്കരിക്കുന്ന സമയത്ത് മഹാനായ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഫർദ് നമസ്കാരത്തിലാണെങ്കിൽ പോലും നമുക്ക് ഊരി പോവാവുന്നതാണ്. അങ്ങനെ സഅലബാ റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട്
അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ട് അദ്ദേഹം ഇവിടെ കിടന്നു പോവുകയാണ്. അദ്ദേഹം ആകെ ക്ഷീണിതനായി കിടന്നു പോവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ പാവങ്ങളെല്ലാം പുറത്തു നിന്നില്ലേ? ഇല്ല നബിയെ. അങ്ങനെ പറഞ്ഞിട്ട് മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മടിയിൽ നിന്ന് വഫാത്തായി പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അതുപോലെയാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.